നമസ്കാരം. ഫിറോസ് ചുട്ടിപ്പാറയെ അറിയാത്ത മലയാളികൾ കുറവായിരുന്നു. പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. അദ്ദേഹം ദുബായിൽ പോയി മയിലിനെ കറി വെക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് വലിയ വിവാദവും മറ്റുമൊക്കെയായി. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? കുറെ പേർ അതിനെ വിമർശിച്ചു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഒടുവിൽ വളരെ നാടകീയമായി ഞാൻ മയിലിനെ കറി വെക്കുന്നില്ല എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫിറോസ് ചുട്ടിപ്പാറ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഫിറോസ്, സ്വാഗതം. ഹായ്, നമസ്കാരം. നിങ്ങൾ ഒക്കെ ആകാംക്ഷാഭരിതരായി നിങ്ങൾ മയിലിനെ ഗ്രില്ലാക്കുവോ വറുത്തരച്ച കറി വെക്കുവോ എന്നിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. തനിക്ക് എന്താ വേണ്ടത്? ബിസി മാൻ, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. ഇത്രയും നല്ലൊരു പക്ഷിയെ ആരെങ്കിലും കൊല്ലുവോ? ഞങ്ങൾ അത്തരക്കാരാണോ എന്ന് ചോദിച്ച് ഇന്നലെ രംഗത്ത് വരുന്നത്. ഇത് എന്താണ് പറ്റിയത്? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്ത് പറയുന്നുണ്ണി? ഞാനെന്ത് പറയാൻ? ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. സത്യത്തില് എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. ഇതൊരു സീരിയൽ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഞങ്ങളൊരു TV സീരിയലിന്റെ ആൾക്കാരാണ്. ഞാൻ സുന്ദരം പിള്ള പ്രൊഡ്യൂസർ, സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ കേൾക്കണ്ട. മയിലിനെ കറി വെക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. ഇത് ഞങ്ങളൊരു സീരിയലായിട്ട് ഇങ്ങനെ എടുത്ത് ആളുകളെ നല്ല രസകരമായ ഒരു കാഴ്ചകൾ കാണിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ചെയ്തൊരു സംഭവം. അല്ലാതെ ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലാവും. ഒരു നല്ല ക്യൂട്ടായിട്ട് ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടി ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. എങ്കിലല്ലേ ആളുകൾ കാണുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നപ്പോ നമ്മൾ കുറച്ചുകൂടെ ആളുകൾ അറിയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതെ അതെ. ഞാൻ പോകുന്നു. ബൈ ബൈ.